താത്ത. ആ മഞ്ജു, ഇജെന്താ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാത്ത? അന്നെ അങ്ങോട്ടൊന്നും കാണലില്ലല്ലോ. ആ താത്ത, പെരയിലുണ്ടാവും ഇഷ്ടം പോലെ പണി ഉച്ച വരെ. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കര ചൂടല്ലേ, അപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല ഞാന്. അല്ലാത്ത ഇന്നലെ രാത്രി ഇവിടുന്ന് ഭയങ്കര ഒച്ചപ്പാടൊക്കെ കേട്ടിരുന്നല്ലോ വണ്ടീന്റെ. എന്തായിരുന്നു ഇന്നലെ ഇവിടെ? എടി അതെ, എനിക്ക് ഇന്നലെ ഒരു നെഞ്ഞുവേദന, നെഞ്ഞിന്റെ ഉള്ളിൽ കൂടി ഒരു പൂർത്തിയേടും പലതും. അങ്ങനെ വണ്ടി വന്നേനു ആസ്പത്രിക്ക് പോവാന്. നിങ്ങളെ റാഫി എന്നിട്ട് ഇന്നലെ നിങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുപോയോ? ഓൻ കൊണ്ടുപോയില്ലടി. എനിക്ക് കുറേ നേരം ഇതിന്റെ പൂർത്തിയോടൊക്കെ എടുത്തിട്ട് ഞാൻ ഓൻ്റെ കൂട്ടുകാരൻ ആ സുബൈറില്ലേ, ഓരെ വിളിച്ചു. ഓൻ വന്നു, ഓൻ്റെ വണ്ടിയിലാണ് പോയി. അപ്പൊ റാഫി ഞങ്ങളെ കൂടാണ് പോകുന്നു. അല്ല, എന്നിട്ട് ഡോക്ടർ എന്തേ പറഞ്ഞേ? കുറേ ചെക്കപ്പ് ഒക്കെ നടത്തി. ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോ 11 മണി ആയിക്കണു. ഇങ്ങോട്ട് എത്തിയപ്പോ 3 മണിയായി. ഡോക്ടർ എന്തേ പറഞ്ഞൊന്നും വെച്ചറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഓലോടാ പറഞ്ഞു ഡോക്ടർ. 3-4 വിധം മരുന്നൊക്കെ ഉണ്ട്. ചെക്കപ്പിനൊക്കെ ഇപ്പൊ നല്ല പൈസ ആയിട്ടുണ്ടാവുമല്ലോ. മരുന്നൊക്കെ ശരിക്കും കുടിച്ചോളുണ്ട് കേട്ടോ. പൈസ ഒക്കെ കുറെ അയക്കും. ആ സുബൈറ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെന്താ കാട്ടണമെന്നാവോ? ആ പൈസയൊക്കെ ഇനി റാഫിയോണ്ട് കൊടുത്തോളൂ. ഇനിയിപ്പൊ അതിന് ബേജാറായി നിങ്ങൾ സൂക്കട് കൂട്ടാൻ നിൽക്കൊന്നും വേണ്ട. പൈസ ഒക്കെ എൻ്റെ കുട്ടി കൊടുക്കൊടി. അതുകൊണ്ടൊന്നൊരു ബേജാറില്ല. പിന്നെ എൻ്റെ കുട്ടീൻ്റെ കല്യാണം ഒന്ന് നേരമായി കിട്ടി കണ്ട് എൻ്റെ കണ്ണടഞ്ഞാൽ മതിയേനു. കല്യാണമൊക്കെ ശരിയായിക്കോളുന്ന്. അതിനുള്ള സമയമായിട്ടുണ്ടാവില്ല. നിങ്ങൾ നോക്കാഞ്ഞിട്ടൊന്നല്ലല്ലോ. അതിനു വേണ്ടി ഇപ്പൊ നിങ്ങൾ മരിക്കാൻ പോവുക? മരിച്ചാൽ നിൽക്കൊന്നല്ലടി. പഠിച്ചോ ഞമ്മക്കൊരു ആയുസ് തന്നിട്ടുണ്ട്. അതുവരെ നമുക്ക് ജീവിച്ച് തീർക്കണ്ടേ. അളിയാക്ക, നിങ്ങള് പെരേന്നെ വരുന്നേ? ആ, ഞാൻ പെരുന്നാൾ അങ്ങോട്ട് പോന്നത് ഞാൻ. പിന്നെ സീനത്തെ കുട്ടികളായിട്ട് ആസ്പത്രിക്ക് പോയിക്കുക. ഓള് ഇവിടെ ഇല്ലേ? കുട്ടികൾക്ക് പറ്റിയ വിഷയിച്ചുണ്ടായി. നമ്മളെ മുട്ടിക്കേ രണ്ടാമത് പള്ളിയിലുണ്ട്. ഒക്കെ അതിന്റെ ഒക്കെ ഒരു അസുഖമാണ്. അപ്പൊ അതിന് ഡോക്ടറെ കാണാൻ പോയതാ. ഓളെ മാപ്പിളപ്പ നാട്ടിലുണ്ടായിനല്ലോ. ഓപ്പൊ പോയാ? ഓ പോയിട്ടേ 10 ദിവസമായി. അതിന് ശേഷം ഓള് ഇവിടെ തന്നെ ആയിരുന്നു. അല്ലല്ലേക്ക, സീനത്ത് പറഞ്ഞു സൾഫ് ഇപ്പൊ പെരേക്ക് വരില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ഉണ്ടായി? അളിയ, എനിക്ക് കേക്കണ ഓന്റെ വർത്താനം. ഓന് 10 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനേ ഞാൻ ജീവിച്ചിരിക്കുമ്പോളേ ഞാൻ കൊടുക്കൂല. എന്റെ മോല് ഇതാണ് എന്റെ കുട്ടിയെ കൊടുക്കോ? അങ്ങനൊക്കെ ഉണ്ടായോ? എന്നാലേ സീനത്തെ വർത്താനൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. ആ പ്രശ്നം ഉണ്ടായെന്നേ ഓള് എനിക്ക് വിളിച്ചിരുന്നു. ഞാൻ നല്ല രാത്രി നന്നാക്കി പറഞ്ഞേക്കുന്നു ഓളോട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോന്നത് ഓളെ കാണും ചോദിച്ചാ പറയും ചോദിച്ചിട്ടാ. പേരയിലുണ്ടല്ലോ ഓന്റെ ഒരു തള്ള, അതും എന്റെ പെണ്ണുങ്ങളും ഒറ്റ കുത്ത. ഓലൊക്കെ ഓനെ സപ്പോർട്ടാ. എക്കാലത്തിലൊക്കെ പറയാ. നിങ്ങൾ ഏതായാലേ ഓനെ പരിക്ക് കയറ്റിക്കത്. പുറത്തുനിന്നാലേ ഇപ്പൊ കള്ള് പഞ്ചോട്ട് ഇതിലേറെ നാശമാവും. പിന്നെ ഓൻ്റെ ഒരു കല്യാണം ഒരു ശരിയായിട്ടില്ലല്ലോ. എങ്ങനെ അളിയാ ഓന് കല്യാണം ശരിയാവുക? ഓ പോയി നോക്കണ്ടീനൊന്നും ഓന് ചോർക്ക് മതിയാണില്ല. ഇപ്പൊ അടുത്തൊന്ന് പോയി നോക്കി, അത് മുടി നീളല്ല എന്ന് പറഞ്ഞുകാണ്ട് ഓളെ മുടിയാ ഉള്ളുണ്ട്. അതല്ലയാ, ഞമ്മള് കെട്ടിയുന്ന കാലത്തേ ഞമ്മള് കുറച്ച് സ്വത്തും മോലൊക്കെ ഉണ്ടാന്ന് നോക്കീന്. ഇപ്പത്തെ ചെക്കന്മാരെ ചൊറുക്കാ നോക്കണത്. ഓ ചൊർക്ക് നോക്കി നടന്നോട്ടെ. അങ്ങനെ ആകുമ്പോ മൂത്ത അടിച്ച് പോവുള്ളൂ. ഓ ബാംഗ്ലൂർ കൊണ്ടുപോയിക്കാണ്ടേ എന്തോ ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ട് കുറെ ലക്ഷങ്ങൾ കടാക്കിന്നു. ഞാൻ പോയിട്ടാണ് അത് വീട്ടിയത്. പോരാത്തിന്റെ കമ്പനിയിൽ വന്ന് ഇടക്കിടക്ക് വാങ്ങി കൊണ്ടുപോയിക്കാണ്ട് ഓന്റെ ആവശ്യത്തിന് ധാരാളം അടിച്ചാൽ കൊണ്ടുപോയിട്ട്. എന്താ അങ്ങനെ കാട്ടുക? നിങ്ങളെ ഏർപ്പാടെ കൊണ്ടെടുക്കണ്ടോന്നല്ലേ? ഓ ഇന്റെ അടുത്ത് ലേശം പൈസ പറ്റിക്കണു. ഞാൻ ഇങ്ങോട്ട് പറയല്ലോ. ഇജു കൊടുത്തക്കണോ ഓന് കായ്? ഇന്നെ കണ്ട് കായ് കൊടുക്കാൻ നിക്കണ്ടേട്ടാ. ഞാൻ ഓന്റെ കട വീട്ടിൽ മടുത്തേക്കണു. അല്ലയാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നിങ്ങൾ കടം വീട്ടാനും വേണ്ടി പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ കൂട്ടത്തോട് പറഞ്ഞോളൂ. ഞാൻ കണ്ടിട്ടുണ്ട് കജുകാലം കൊത്തിമുച്ച് മൂലേക്കിടുക. കാലകാലം തിന്നാൻ കൊടുത്താലും ഇത്ര നഷ്ടം എനിക്ക് വരൂല. ഏയ് അല്ല, എങ്ങനെയാണെന്ന് ശരിയല്ലിട്ടോ. ഓനെ കണ്ടേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ. എത്ര സംശയം. ഇതാകെ തുരുമ്പാളെ വണ്ടി. ഇത് വാങ്ങണോ? ഇതാരുടെ വണ്ടി? ഇത് നമ്മളെ മരം വെട്ടാൻ പോണ ഡുണ്ടുംബ്രായില്ലേ, ഓന്റെ വണ്ടിയാണ്. ബോഡി ഒന്നും നോക്കണ്ട, മരേറ്റേ ഏത് കുത്തനെ കയറ്റം കയറി പോകും. ഇഞ്ചനൊക്കെ നല്ല പവറാണ്. എത്രനാടി ജി ചെറിച്ചുണ്ട്? ഒന്നാര ചെങ്ങായെ, ആ ചെങ്ങായി ഒരു പാവാണ്. ഓനെ തിന്നണ്ട. ഒരു വണ്ടി കണ്ടിട്ടാണ് എനിക്കറിയാം. അതൊന്നും പറയണ്ട റാഫി, എബനല്ല ആള്.
ആരാന്റെ പച്ചർച്ചി കടിച്ചു നല്ലല്ലോ പണി. എടാ കുരിപ്പേ അത് തൊലിച്ചെടുക്കല്ല, അല്ലെങ്കിൽ തന്നെ ഒരു ബള്ളിനെ നിൽക്കണ്ടേ. ഞാൻ ഒന്നും ചെയ്യണില്ല. ഇജ്ജ് ആരെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിലേ ഓനെ തലീന്നാണ് വേർത്തി കൊടുത്താളാ, അതല്ല എനിക്ക് നല്ലത്. അത് ഇന്റെ ഡുണ്ടുണ്ടുമാണ്. ഇത് വിറ്റ് കഴിഞ്ഞാലേ നല്ല കച്ചവട പൈസ കിട്ടും. വേറുള്ള മാതിരിയല്ലോ. എന്നോടൊരു കാര്യം ചോദിച്ചാണ് വെച്ചിട്ടിങ്ങനെ നിൽക്കുന്നു. എൻ്റെ കല്യാണക്കാരെ അന്വേഷിക്കാണ്ട് അങ്ങാടിയിലും ആള് വന്നില്ല. അത് ശരിയാക്കണം. സംസോജിന്റെ ഉള്ള മൂട് കളയല്ലേ. പെണ്ണ് ഇപ്പം എത്ര പോയി കണ്ടേക്കണേ. കല്യാണം ശരിയാവൂല. വെറുതെ ഞാൻ ഇൻ്റെ എണ്ണയും കത്തിച്ചിക്കാണ്ട് വണ്ടിയിട്ട് പോവാന്നല്ലാതെ. അതും മുടങ്ങിയോ? എൻ്റെ മാത്രല്ലടാ, നമ്മൾ അങ്ങാടിയിൽ കുറേ ചെക്കന്മാരുണ്ട് കല്യാണം ഇങ്ങനെ മുടങ്ങണം. ഇവിടെ മുടക്കാനായിട്ട് കുറച്ച് തൊലിച്ചുകളും ഉണ്ട്. നമുക്ക് ഓൾക്കൊരു പണി കൊടുക്കണം കേട്ടോ. സംസോ, അതിന് നമ്മൾ ആദ്യം പണിയെടുക്കണ്ടേ ആ ഇതറോക്കാക്കാണ്. അയാളെ മാതിരി ഇത്ര ഒരു കുത്തിത്തിരിപ്പ് ചങ്ങായിമാരുണ്ടാവില്ല. അയാൾ നമ്മളെ KSRTC ടൂർ കൊണ്ടുപോകല്ലേ. ഇടുക്കിയിൽ രാമക്കൽമേട് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ വലിയൊരു പാറുണ്ട്, അതിൻ്റെ മുകളിൽ തള്ളിയില്ല. അത് പറ്റും എനിക്ക്? എത്ര ജി പറയണ്ടേ? അപ്പൊ അയാൾ മരിച്ചൂലേ? ഞാൻ അങ്ങനത്തെ പണിയൊന്നല്ല ഉദ്ദേശിച്ചേ. ഇജ്ജീ പറയണ്ടേ? നിങ്ങൾ ചങ്ങന്മാരെ ഓരെ തല്ലാനൊന്നും പോകണ്ട. ഇന്റെ കല്യാണം ആരും മുടക്കിയിട്ടില്ല. അതൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ്. എടാ സമയം കുറയാമല്ലോ. സുബേറെ, എടാ എൻ്റെ ബോസം ചെല്ലാൻ മതി. ഞാൻ പോയി കേട്ടെ, ഞാൻ വരാം. പോയി സംസം. സുബേറെ എന്താ ഓൻ്റെ കല്യാണം ഇങ്ങനെ മുടങ്ങാൻ കാരണം എന്താ? ഓൻ്റെ കുടുംബ പ്രശ്നം പറഞ്ഞാൽ എന്താ? എനിക്കൊക്കെ ബാപ്പാൻ്റെ അഡ്രസ്സല്ലേ, ഓനിജ് നോക്കൂണ്ടി ഉമ്മാൻ്റെ അഡ്രസ്സാണ്. ഇജ്ജ് പറഞ്ഞപ്പോഴാണ് ചോറും ആയതിട്ടാ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുമ്പോഴേ നമ്മളെ ഒപ്പമുള്ളവര് ഓനെങ്ങനെ കളിയാക്കും, തന്തല്ലാത്തവനെ. അന്ന് ആ കുട്ടികളോട് ഓനക്ക് എന്തോ ഒരു ഏറിയെന്ന് കല്ലെടുത്ത് എറിയുന്നിടോ. ചെക്കന്മാരെ തലേന്ന് ചോര വന്നിരുന്നു. അതന്നെയാണ് ഓൻ്റെ കല്യാണം ശരിയാത്ത പ്രശ്നം. ഓനായതുകൊണ്ടേ ജീവിച്ചിരിക്കുന്നുണ്ട്. വേറെ ഉള്ളവരാണെങ്കിൽ എന്നോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു നല്ല മനുഷ്യനാണ്. എൻ്റെ കുടുംബത്തിലേ ഓനക്ക് പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ കെട്ടിച്ചെടുക്കും. ലേറ്റാണ്. പൊന്നാര തന്ത, ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യ അടങ്ങേറിൽ നടക്കുകയാണ്. ഈ വണ്ടിന്റെ മുന്നിക്ക് ചാടി ഞങ്ങൾ ചത്തുപോയി പോകും. ഞാൻ എന്നെ കണ്ടപ്പോൾ വണ്ടിന്റെ മുന്നിക്ക് ചാടിയത് ജീവൻ പോവാനൊന്നല്ല. എന്നോട് എന്ന് പറയലോ കോഴിക്കാട്ട് ഇറക്കാന്. എന്താ ചേർക്കാത്ത മഴപ്പം പെഞ്ചോ ഇച്ചാണെങ്കിൽ വളമിടണമെങ്കിൽ കിട്ടിയിട്ട് വേണം. നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഈ ആഴ്ചയിൽ 2 ലോഡ് നമ്മൾ ഈ കോട്ടപ്പുറം ചൂനൂരൊക്കെ ആയിട്ട് ഇറക്കി. ഇതിന് ആവശ്യക്കാരേറെയാണ്. ഇത് ഇറക്കണീന് മുമ്പ് ആൾക്കാർ കൊണ്ടുപോവാണ്. അത് ഇന്റെ തെറ്റല്ല, അത് കോഴിക്കാട്ടത്തിന്റെ ഗുണമേന്മയാണ്. എന്റെ കോഴിക്കാട്ടത്തിന്റെ മൈമച്ച് കേൾക്കണ്ട. കഴിഞ്ഞല്ല ചേർക്കി തന്നെ ഈർച്ചപ്പൊടിയല്ലേ, അതവിടെ അതേമാതിരി ഇപ്പോഴും കിടക്കണ്ട കവുങ്ങിന്റെ ചോട്ട്. അതാണെങ്കിൽ എനിക്ക് ഇറക്കണ്ട കേട്ടോ. ആ കോഴിക്കാട്ടല്ല ഇപ്പത്തെ കോഴിക്കാട്ടം. ഇപ്പൊ HD കോഴിക്കാട്ടാണ്. ഏത് HD കോഴിക്കാട്ടം? പൊന്നാരന്റെ മനെ, ഞാൻ കോഴിക്കാട്ട് ഇറക്കൽ തുടങ്ങിയിട്ട് എത്ര കാലായിക്കണു. എത്ര ഈ HD കോഴിക്കാട്ടം ഞാൻ അറിയാത്തോണ്ട് ചോദിച്ചാട്ടോ. നിങ്ങളെ പോലത്തെ ഈ വയസ്സന്മാർക്കുണ്ടല്ലോ, ഈ HD കോഴിക്കാട്ടം എന്താ നിങ്ങൾക്ക് അറിയില്ല. ഇത് പുതിയ ടെക്നോളജിയാണ്. കോഴിക്കൾ തൂർന്നത് ഈർച്ചപ്പൊടിക്കല്ല, ഓല മൂട്ടിൽ നേരെ നമ്മളൊരു ട്രേ വെച്ച് കൊടുത്തിക്കാണ്. ഇത് ചൂടോടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണോ, പാക്കറ്റാക്കി അത് നേരെ ഇവിടെ കൊണ്ടുവരുന്നു. അത് ഇവിടെ കൊണ്ടുവരുമ്പോഴും ചൂടാറിയിട്ടുണ്ടാവില്ല. പിന്നെ അംസാപ്പൊക്ക ചെറിയൊരു വിഷയമുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതിനെക്കാട്ടിലും കുറഞ്ഞൊരു റേറ്റ് കൂടും. എത്ര ജി പറയേണ്ടത്? വില കൂടുന്നോ? അല്ല മനുഷ്യ, നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ. ഇത് യുദ്ധമായത് കാരണം നമ്മൾ ഈ കടലെടുക്ക കൂടെ ഇത് കൊണ്ടുവരാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ഈ കോഴിക്കാട്ടത്തിനൊക്കെ ഇങ്ങനെ വില കൂടുന്നത്. പൊന്നാരന്റെ മെദീനെ, എൻ്റെ ഒരു നാവ് വല്ലാത്തൊരു നാവ് തന്നെയാണ്. യുദ്ധം കോഴിക്കാട്ടും തമ്മിൽ എന്താണ് ബന്ധം? കോഴിക്കാട്ടം വരുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നല്ലേ. ഇത് ഈ ജാതി ബടായി ഒന്നും പറഞ്ഞു കണ്ട് കോഴിക്കാട്ട് ഇറക്കണ്ട. എനിക്ക് 5-10 ആണെങ്കിൽ ഞാൻ ഏറെ തരാം, എന്നാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ അയിമ ഞാനേ നഷ്ടം സഹിച്ചാലും വേണ്ടിയില്ല. നിങ്ങളയിമ ഒരു ഉറുപ്പ്യ കൂട്ടി തരണ്ട. കാരണം എന്താ, നിങ്ങൾ എല്ലാ കൊല്ലവും ഇന്ത്യയൊക്കെ നിന്നാണ് കോഴിക്കാട്ട് ഇറക്കല്. കുറച്ച് പൈസ അഡ്വാൻസ് തന്നാൽ നന്നായിരുന്നു. ഇറക്കുമ്പോൾ ബാക്കിന് തന്നാൽ മതി. എനിക്ക് എല്ലാരോടും ചോദിച്ചാൻ പറ്റൂല്ലോ, നിങ്ങളോട് ചോദിച്ചും പോലെ. അഡ്വാൻസ് ഒന്നും ഞാൻ തരൂലട്ടാ. കഴിഞ്ഞ ഊര് തന്നെ എനിക്ക് അഡ്വാൻസ് തന്നിട്ടേ ഞാൻ അതുകൊണ്ട് കുടുങ്ങിയിരിക്കണം. ഇതേ സാധനം കണ്ട് ഇറക്കിയ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് പൈസ തരും. എൻ്റെ ആ വിളവൊന്നേ ഇന്ത്യ അടുത്ത് നടക്കൂലട്ടാ. അന്നേ കോഴിക്കാട്ടമ്മേദീന്ന് നല്ല വിളിച്ചേണ്ടത്, നായിക്കാട്ടെന്നാ വിളിച്ചേണ്ടത്. എനിക്ക് അഡ്വാൻസും വേണ്ട, കൊടുവാൻസും വേണ്ട. ഞാൻ കോഴിക്കാട്ട് ഇറക്കുമ്പോൾ പൈസ തന്നാൽ മതി.
നിങ്ങൾ അങ്ങോട്ട് അങ്ങാടിക്കാണെങ്കിൽ ഞങ്ങളവിടെ ഇറക്കിത്തരാം ഇതിമ കയറിക്കോളി. ഞാൻ എന്റെ വണ്ടിമല്ല ഈ നട വിരുത്തിയിരിക്കണേ വണ്ടിമൊന്നും ഞാൻ പോരൂല പോയിക്കച്ച്. തന്തനെ ഞാനേ പറ്റിച്ചാന്ന് വിചാരിച്ച് ഇത് പൊടിച്ചീരും വലുതാണ് മടിയിലുള്ള കാരണമാര് തന്തന്റെ ഒക്കെ ഒന്നും ഒരു ഉറുപ്പ്യ കിട്ടൂലാന്ന് ഞാൻ ഇപ്പൊ ഒന്ന് ശരിയാക്കാച്ചിട്ടാ പോന്നത്. ഒന്നും കഴിഞ്ഞാലും ഇപ്പൊ ആരെ നോക്കുക. അൻസാപ്പ് എവിടക്കാ പോണോ? ആ ഹൈദ്രുവാ കോയുണ്ട് അവിടെ ബാറോയിൽ വെച്ചു ഞാൻ അങ്ങോട്ട് പോവുകയാണ്. കോയനെ ഉജ്ജിന് വെച്ച് എല്ലാം ശ്രദ്ധിക്കണട്ടാ. കാരണം ഒരു ബാറോട് കഴിഞ്ഞാല് രണ്ടട്ടി ഇരിക്കും. കോയ എൻ്റെ ഒപ്പം പണിയെടുക്കാൻ തുടങ്ങിയിട്ടേ 10-25 കൊല്ലായി. ഇത് എല്ലാരെ കുറ്റം കുറവും നോക്കിയാലും ബാക്കിയാണ്. ഞാൻ കണ്ടത് പറയും, അത് ആൾക്കാർ കണ്ടുകൂടാ. ഇത് നോണയാണെങ്കിൽ ഞാൻ നിന്നോട്ട് നിന്ന് മരയിക്കോട്ടെ. ഇജേ ഇപ്പൊ നിന്നോട്ട് നിന്ന് മരമൊന്നും വേണ്ട, അത്യാവശ്യം മരം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തേക്കേ കല്യാണക്കാരെ അന്വേഷിച്ച് വിടണ്ട കേട്ടോ, എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല. പൊന്നാര അൻസാപ്പ് എത്ര ജി പറയേണ്ടത്? ഞാൻ കല്യാണക്കാരും വിട്ടതേ പുറമക്കാരൊന്നുമല്ല, എന്റെ പെങ്ങളെ കുട്ടിന്റെ കാര്യല്ലേ. ഇച്ച അങ്ങനെ ഒരു പെങ്ങളില്ല, ഈ ഇജായിട്ട് ഒരു പെങ്ങൾ ഉണ്ടാക്കും വേണ്ട. എടാ ആ ചെക്കന്റെ കല്യാണം നടന്നു പോയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞയച്ചത്. ആ ചെക്കന് 42 വയസ്സായി. അമ്മോനെ നിലക്ക് നിങ്ങൾക്ക് മുന്നിലിറങ്ങി ചെയ്തു കൊടുക്കി. പണ്ടത്തെ കാലത്ത് നിലക്ക് നടന്നക്കുണിച്ചിട്ട് അതിങ്ങനെ തളി തേറ്റ് നടക്കണ്ടല്ലോ. ഇജേ നാട്ടുകാർക്ക് ആർക്കാച്ചാ കല്യാണം ഉണ്ടായിക്കോ, ഇന്റെ കുടുംബം പറഞ്ഞിക്കണ്ടേ കല്യാണം ഉണ്ടാക്കാൻ നടക്കണ്ട. അത് അന്നത്തെ കാലത്തെ ഓളെത്തി തെറ്റ് പറ്റിയതാണ്. ആ ചെക്കൻ നിരപരാധിയല്ലേ, അതിന് നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്യലും വേണ്ടി. ഈ ഒരു വർത്താനം തന്നെ ഇജിന്നോട് പറയണ്ട, എന്റെ കാറോർ എന്താച്ചാ നോക്കേ. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. എന്തേ പറഞ്ഞ് ഇന്നത്തേക്ക് കയറിനാണ്. ആ മാഷേ, മൂപ്പര് ഇവിടെ ഇല്ല, രാവിലെ പോയിക്കണു. ഇങ്ങോട്ട് കയറിക്കോളി, ഞാൻ വാതിൽ തുറക്കാം. ഞാൻ അവനെ കാണാൻ വേണ്ടി ഒന്ന് വന്നായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാ? ഞാൻ മൂപ്പര് വന്നാ പറഞ്ഞോണ്ട്. അത്യാവശ്യമൊന്നുമില്ല. ഓന്നാളൊരു കാര്യം പറഞ്ഞിരുന്നു. ആ അതെന്നോട് പറഞ്ഞിരുന്നു, അതെന്റെ ഏട്ടത്തേക്ക് വേണ്ടിയാണ്. ആ ഓള് ടീച്ചറാണല്ലേ, കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയതാ? ആ ഓളെ ബന്ധം ഒഴിവാക്കിയതാണ്. ഒരു 2 വർഷം നിന്നിട്ടുണ്ട്, കുട്ടികളൊന്നും ഇല്ല. നല്ലൊരു കല്യാണക്കാരുണ്ടായിരുന്നു. ഞാൻ അത് സംസാരിക്കാച്ചിട്ടാണ് അവനെ തെരഞ്ഞു വന്നത് ഇവിടെ. അത് അവൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഓൾക്കേ ഒരു 48 വയസ്സായിക്കണു. പക്ഷെ കണ്ടാ തോന്നിക്കില്ല, എന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തിയാണ്. അല്ല നിങ്ങൾക്ക് വാപ്പല്ലേ? ഞങ്ങൾക്ക് വാപ്പയും ഉമ്മയൊന്നും ഇല്ല, ഞങ്ങള് 3 പെൺകുട്ടികളാണ്. ആ അപ്പൊ വെറുതെ അല്ല സുബൈർ ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളതല്ലേ. അല്ല അവളിപ്പോ ഏത് സ്കൂളിലാ പഠിപ്പിക്കണ്ടേ? ഓള് പത്തായക്കല് UP-ല് ഹിന്ദി ടീച്ചറാണ്. അല്ല ഓളിപ്പോ എവിടെ താമസിക്കുന്നത്? എനിക്കൊന്ന് കാണും ചെയ്യായിരുന്നു. ഓളെ കഞ്ഞിപ്പുരക്കൽ എന്റെ വീട്ടിലാണ്, ഓളൊറ്റയ്ക്കാണ് അവിടെ താമസം. എന്നാലും ഞാനേ സുബൈറിനെ കണ്ട് സംസാരിച്ചോളാം കേട്ടോ. ഞാൻ പോവാണ്. നാൽപ്പത്തെട്ട് വയസ്സ്, എനിക്കാണിപ്പോ 65. 10-15 കുഴപ്പമില്ല, ഒരു ജോലി ഉണ്ടല്ലോ. നമ്മളാണെങ്കിൽ ഇപ്പൊ സൈഡായും ചെയ്തോക്കണം. അതിന് വീടൊന്നും കാണണ്ട, അങ്ങനെയുണ്ട് നടത്താൻ പറ്റുമോ നോക്കാം. സർഫോ ഇലക്ഷൻ റിസൾട്ട് അറിയണതേ സാധനം കുറച്ച് കൊണ്ടേക്കേണ്ടി വരും. നല്ല ചെലവാകും. നോക്കാ ഇലക്ഷൻ്റെ തന്നെ നമുക്ക് സാധനം തരഞ്ഞിട്ടില്ല, കേസ് കണക്കിന് കൊണ്ടേക്കേണ്ടി വരും. നോക്കാ ഇന്റെ അടുത്ത് പൈസ ലജ്ജനെ ഇറക്കേണ്ടി വരും കേട്ടോ. ചെയ്തേ പൈസ കൊണ്ട് ബേജാറാണ്ട, പൈസ ഞാൻ ഇറക്കും. കാര്യങ്ങൾ നമുക്ക് വളരെ ഭംഗിയായി നടന്നാൽ മതി. കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ ഇട്ടല്ലോ, ഇനി എവിടുന്ന പറ്റി പൈസ ഇറക്കുക? കമ്പനിയിൽ പൈസ ഇട്ടില്ലെങ്കിൽ അവിടെ പൊല നായി ഓനെ ഞാൻ കുത്തിക്കൊല്ലും. അത് കഴിഞ്ഞിട്ട് ബന്ധത്തിൽ കൊല്ലും ഞാൻ. ആരൊക്കെ വന്നിട്ടാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കണം. എൻ്റെ അമ്മക്കാക്കല്ലേ വരണ്ടേ? ആ അയാൾ പോയി, കുറച്ച് കായ് കൊടുക്കാണ്ട് കണ്ടാ വേണ്ടി വരും. എന്താ സർക്കാർ പണി? ഞാൻ ഇവിടെ ചെറിയ തണുപ്പുണ്ട്, അപ്പോൾ അങ്ങനെ ഇരുന്ന കുടുംബത്തിനെ പറയിപ്പിക്കാനായിട്ട് ഇപ്പോഴും കുടിച്ചിട്ടാ? അമ്മയൊക്കെ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ കുടിച്ചിട്ടുമില്ല. ഞാൻ ഈ ടീലുണ്ട് ഇതാ കുടിച്ചിട്ടുണ്ട്. ജിതാടാ കുടിക്കല് പറയിപ്പിക്കാൻ? എന്റെ ബാപ്പ പെരയിലെ തീനു എന്റെ കാര്യങ്ങൾ പറഞ്ഞു. ആ നിങ്ങളെ പേരിലിപ്പോ എന്തിനാ? എന്നാ ഞാൻ തരാനുള്ള കായ് നിങ്ങൾക്ക് പണ്ടിരുന്ന് വാങ്ങിക്കൂടുന്നില്ല. ഇന്റെ കൈ അന്നില്ല കുഴപ്പമൊന്നുമില്ല. ബാപ്പനോട് പറഞ്ഞതാരോ എന്റെ കജ്ജും കാലും കൊത്തിരിച്ച മൂലക്കൊടുന്നാണ് മര്യാദക്ക് കിടന്നോണ്ടി. അതെനിക്കല്ലേ, എന്റെ ബാപ്പനെ എനിക്ക് ശരിക്കറിയില്ല, പറഞ്ഞവര് ചെയ്യും. അമ്മയ്യക്ക ഞാൻ 28-ാം തീയതി അല്ലേ, 1-ാം തീയതി മുതൽ ഞാൻ നന്നാവും. നന്നായി അനക്ക് തന്ന് എടാ കുഞ്ഞാലക്കന് മോനല്ലേ ഈ ചേട്ടൻ ഇപ്പൊ എന്റെ പിന്നാലെ ഞാൻ കാണട്ടെ.
ആനക്കും കുട്ടിയുടെ അടുത്ത് സർഫോ ഇത് ഒന്നാതി മുതൽ നന്നാവുക ഇത് എന്തോ അലക്കമില്ല വർത്താനി പറയണേ. ഞാൻ എങ്ങനെ നന്നാവാനാ? എല്ലാ മാസവും ഇല്ല 1-ാം തീയതി. ജിന്നെ വിട്ട് പോവരുതട്ട മുത്തേ. തലക്കുമീത് ശൂന്യാകാശം താഴെ മരുഭൂമി. ഇമ്മ ആശുപത്രിക്ക് വേണമെങ്കിൽ പോവാ. ആശുപത്രിക്ക് പോകുന്നു വേണ്ട ഞാൻ വണ്ടി വരാൻ പറയാം. വേണ്ട. ഉമ്മാരെ കുട്ടി ഉമ്മ പറയണമെന്ന് കേക്കോ? ഉമ്മാരെ കുട്ടീൻ്റെ കല്യാണം ഒന്ന് കണ്ട് ഉമ്മ മരിച്ചാൽ മതി എന്ന ആഗ്രഹം എൻ്റെ. അതുമ്മാക്ക് പറ്റൂലേ? നിങ്ങൾ മരിച്ചൻ്റെ കാര്യമൊന്നും പറയില്ല ഇമ്മ. നിങ്ങൾ ഈ സോക്കടൊക്കെ മാറിയിട്ട് നമുക്കൊരു കല്യാണമൊക്കെ നോക്കാം. ഞാൻ നിങ്ങളെ കുറേ ഇടങ്ങാറാക്കിക്കണം. നിങ്ങൾ എന്നോടെല്ലാം പൊരുത്തപ്പെടണം കേട്ടോ. ഇത് കാട്ടിയതും പറഞ്ഞതൊന്നും ഒരു കുഴപ്പമില്ല അമ്മക്ക്. ഞാനത് മനസ്സിൽ വെച്ചിരുന്നിട്ടൊന്നുമില്ല. ഉമ്മാൻ്റെ കുട്ടി എന്നും ചോദിച്ചിരുന്നു എൻ്റെ ഉപ്പ ആരാന്ന്. എനിക്കത് അറിയണ്ടേ? ഇച്ച ഞാൻ അത് അറിയണ്ടമ്മ. ഇത്ര കാലമായിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി നമ്മൾ രണ്ടാളും മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ നീലേ? അത് നിങ്ങൾ എന്നോട് പറയണ്ട. അത് ഉമ്മാൻ്റെ കുട്ടി അറിയണം എൻ്റെ ഉപ്പ ആരാന്നുള്ളത്. ഇമ്മ 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 പോളി കേട്ടാൾ ഇമ്മ ഇമ്മ